പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ മക്കളുടെ സ്കൂളിലെ കലോത്സവമാണ്. സെൻറ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചിറ്റാരിക്കാൽ. തകതിമി എന്ന പേരിട്ട ഈ വർഷത്തെ കേരള സ്കൂൾ കലോത്സവം സ്കൂൾ തല മത്സരം ആരംഭിക്കുകയായി. അതിന് മുന്നോടിയായിട്ട് ഇന്ന് പാറുക്കുട്ടിയുടെ ഒരു നൃത്തമുണ്ട്. മത്സരമല്ല, പകരം പാറുക്കുട്ടിക്ക് മാത്രമായി ഒരു അവസരം കൊടുത്തത്. പാറുക്കുട്ടിയുടെ പ്രിയപ്പെട്ട ടീച്ചറിൻ്റെ കൂടെ സ്റ്റേജിന് പുറകിൽ വിശ്രമിക്കുകയാണ്. മേക്കപ്പ് ഇടാതെ ആദ്യമായി പാറുക്കുട്ടി ഈ വർഷം സ്റ്റേജിലേക്ക് കയറുകയാണ്. അങ്ങനെ നൃത്തം പഠിക്കാൻ തുടങ്ങിയിട്ട് ആദ്യമായി മേക്കപ്പ് ഇല്ലാതെ വേദിയിൽ ഡാൻസ് ക്ലാസ്സിലെ യൂണിഫോമിൽ തന്നെ പാറുക്കുട്ടി നൃത്തം ചെയ്തു. അവളെ കൊണ്ട് സാധിക്കും വിധം വളരെ മനോഹരമായി ചെയ്തു. എന്നെക്കൊണ്ട് സാധിക്കും വിധം പാറുക്കുട്ടിയെ ഞാൻ മനോഹരമായി ഒരുക്കിയാണ് വേദിയിലെത്തിച്ചത്. ഈ ഡാൻസ് കഴിഞ്ഞ ഉടനെ തന്നെ മോണോ ആക്ട് മത്സരമുണ്ട്. മോണോ ആക്ടിന് വേണ്ടിയിട്ട് എൻ്റെ മുമ്പിൽ അവൾ അവസാനഘട്ട പ്രാക്ടീസ് ചെയ്തു വേദിയിലേക്ക് കയറി. മോണോ ആക്ട് മത്സരത്തിലും അവൾ മനോഹരമായി അവതരിപ്പിച്ചു. അതുകൊണ്ട് തന്നെ മോണോ ആക്ട് മത്സരത്തിന് 1ാം സ്ഥാനം കിട്ടി. അത് കഴിഞ്ഞിട്ട് എൻ്റെ മോൻ്റെ പരിപാടി കാണാനായി പോയി. മോൻ വഞ്ചിപ്പാട്ടിനുണ്ട്. വഞ്ചിപ്പാട്ടിന് ഗ്രൂപ്പ് തിരിച്ചിട്ടാണല്ലോ മത്സരം. അതുകൊണ്ട് വഞ്ചിപ്പാട്ടിന് അവർ 1ാം സ്ഥാനം നേടി. വാശേറിയ മത്സരമായിരുന്നു. തൊട്ടടുത്ത ദിവസം അടുത്ത മത്സരമുണ്ട്. പാറുക്കുട്ടിയുടെ നാടോടി നൃത്തമാണ് പ്രധാനമായിട്ടുള്ള ഐറ്റം. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് ഒരു പുള്ളുവക്കുടം വേണം. പക്ഷെ പുള്ളുവക്കുടം ഉണ്ടാക്കാൻ വേണ്ടി രാത്രി ആയതുകൊണ്ട് എനിക്കൊരു കുടമൊക്കെ കിട്ടി. അതിൽ ഡെക്കറേഷൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഞങ്ങൾക്ക് കുടത്തിനൊരു എന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്തണ്ടേ. അതുകൊണ്ട് പുള്ളുവക്കുടമല്ല, പുള്ളുവക്കുടമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. വെറുതെ കുറച്ച് വള്ളിയിലിട്ട് കുറച്ച് മനോഹരമായി ഒന്ന് ഒരുക്കിയെടുത്തു. പിറ്റേ ദിവസം രാവിലെ മേക്കപ്പിനുള്ള ദിവസം എത്തി. അതാ സുരേഷ് ചേട്ടൻ, നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ചേട്ടൻ വന്ന് മേക്കപ്പ് തുടങ്ങി മനോഹരമായി ഒരുക്കി. ഡ്രസ്സിംഗ് വർക്ക് ഞാൻ തന്നെയാണ് ചെയ്തത്. എന്നിട്ട് നേരെ സ്കൂളിലേക്ക് യാത്രയായി. പാറുക്കുട്ടി പാട്ടുകളെല്ലാം കേട്ട് പതുക്കെ സ്കൂളിലേക്ക് പോവുകയാണ്. സ്കൂളിലെത്തി മത്സരത്തിനുള്ള തയ്യാറെടുപ്പാണ്. ജഡ്ജസൊക്കെ റെഡിയാണ്. ഇതാ വേദിയിലേക്ക് കയറി പാറുക്കുട്ടി. അങ്ങനെ പാറുക്കുട്ടിയുടെ നാടോടി നൃത്ത മത്സരം കഴിഞ്ഞ് മനോഹരമായി ചെയ്തിട്ടുണ്ട്. എന്നാലും കൂടുതലായിട്ട് പരിശീലനത്തിൻ്റെ ആവശ്യകതയുമുണ്ട്. പാറുക്കുട്ടിക്ക് 1ാം സ്ഥാനം കിട്ടി. അതിനുശേഷം പാറുക്കുട്ടിക്ക് തിരുവാതിരയുണ്ട്, ഒപ്പനയുണ്ട്, നാടകമുണ്ട്, ഗ്രൂപ്പ് ഡാൻസ് ഉണ്ട്, അങ്ങനെ മത്സരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പാറുക്കുട്ടിയോട് യാത്ര പറഞ്ഞ് പാറുക്കുട്ടിയുടെ കൂട്ടുകാരോടൊക്കെ യാത്ര ചെയ്ത് പറഞ്ഞിട്ട് ഞാൻ സ്കൂളിൽ നിന്ന് ഇറങ്ങി.